ടാൻ അടിക്കാതെ നോക്കേണ്ടത് നമ്മുടെ കാര്യമാണ്. അപ്പോൾ ടാൻ അടിച്ച് പോവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പാക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ വീണ്ടും ടാൻ അടിച്ചാലോ, അപ്പോൾ നമ്മൾ ടാൻ അടിക്കാതെ നോക്കുക. എന്നിട്ട് നമ്മുടെ ഫേസിൽ മോയ്സ്ചറൈസർ ക്രീം എന്തെങ്കിലും ഉപയോഗിക്കുക രാവിലെ. എന്നിട്ട് പുറത്തൊക്കെ പോകുന്ന സമയത്ത് സൺസ്ക്രീൻ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഒരു പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ കരിവാളിപ്പ്, വെയിൽ കൊണ്ടിട്ടുള്ള കരിവാളിപ്പ് മാറിക്കിട്ടാനുള്ള ഒരു അടിപൊളി പാക്കാണ് കേട്ടോ. അപ്പം നമ്മുടെ ഫേസൊക്കെ നല്ല കരിവാളിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ഫേസ് നല്ല ഡാർക്കായിട്ടുണ്ടാകും, അതുപോലെ തന്നെ ആകെ ഡള്ളായിട്ടുണ്ടാകും. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ്. അപ്പോൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഈ പാക്കൊന്ന് ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക. കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് വെക്കണം, എന്നിട്ട് വേണം നമുക്ക് ഈ പാക്ക് ഉപയോഗിക്കാൻ കേട്ടോ. അപ്പോൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഈ പാക്ക് ഒന്ന് ഉണ്ടാക്കി വെച്ചതിന് ശേഷം നിങ്ങൾ പുറത്തേക്ക് പോവുക. വന്നതിന് ശേഷം ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ടാനൊക്കെ അങ്ങോട്ട് പമ്പ കിടക്കും കേട്ടോ. ടാന് മാത്രമല്ല ഈ കറുത്ത പാടുകളൊക്കെ മാഞ്ഞു പോകും കേട്ടോ. ഈ പാക്ക് നമുക്ക് ഡെയിലി സ്ഥിരമായിട്ട് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ്. നമ്മുടെ കയ്യിലും കാലിലും നമ്മുടെ ബോഡി മൊത്തം വേണമെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കാണിത്. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ഈ പാക്കിന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരുപാട് ചിലവൊന്നുമില്ലാത്ത ഒരു അടിപൊളി പാക്കാണ് കേട്ടോ. ഇത് വന്നിട്ട് ഒരു 10 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ മുതൽ യൂസാക്കാം. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ യൂസാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ്. അപ്പോൾ ടാനൊക്കെ മാറിയിട്ട് ഫേസ് നല്ല ഗ്ലോ ആക്കാനും അതുപോലെ തന്നെ നല്ല ബ്രൈറ്റൻ ആക്കാനും നല്ല നിറം വരുത്താനൊക്കെ സഹായിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. സ്കിപ്പ് ചെയ്ത് പോയാൽ ഞാൻ പറയുന്ന കാര്യങ്ങളും ഇത് ആഡ് ചെയ്യുന്ന ഐറ്റംസ് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഫുള്ളായി ഒന്ന് കണ്ടു നോക്കുക. ഫുള്ളായി ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരിലേക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോസ് കാണുന്ന ടൈമിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകാതെ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോക്ക് പോകാം. നമുക്ക് ആദ്യം വേണ്ടത് കുക്കുംബറാണ് കേട്ടോ. അപ്പം നമുക്കിത് ഒരു പ്രാവശ്യം യൂസ് ആക്കാനുള്ളതാണ് എടുക്കുന്നത്. ഒരു പ്രാവശ്യമല്ല, ഇത് 2 പേർക്ക് 3 പേർക്ക് യൂസ് ആക്കാം. ഈ ഒരു ചെറിയൊരു കുക്കുംബറിൻ്റെ പീസ് കൊണ്ട് കേട്ടോ. നിങ്ങൾക്ക് വലുതാണെങ്കിൽ വലുതെടുക്കാം, അത് നമുക്ക് കുറേ ദിവസത്തിന് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ കുറേ ദിവസത്തിന് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാനൊന്നും പറ്റില്ല. ജ്യൂസ് വേണമെങ്കിൽ 1-2 ദിവസം വേണമെങ്കിൽ നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ആക്കേണ്ടത് മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ ജ്യൂസാണ് ആവശ്യം. അപ്പോൾ നമുക്ക് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതിനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്കൊന്ന് ജ്യൂസാക്കി എടുക്കുക. നമുക്ക് വേറെ വെള്ളം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല, തൈരോ പാലോ ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് ചേർക്കാം, പാലൊക്കെ വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഞാനിപ്പോൾ കുക്കുംബറാണ് ഉപയോഗിക്കുന്നത്. കുക്കുംബറാകുമ്പോൾ ഫേസിലുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ്, കുരുക്കൾ വന്ന പാടുകൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ കറുത്ത പുള്ളികൾ പോകാനും ടാൻ മാറാനും എല്ലാം സഹായിക്കും. കണ്ണിനടിയിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ പോകാനൊക്കെ സഹായിക്കുന്നതാണ് കുക്കുംബർ. നമ്മുടെ കണ്ണിന് നല്ല തണുപ്പ് കിട്ടാനും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് വാട്ടർ ഉള്ളതാണ് ഈ കുക്കുംബർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു പീസ് എടുക്കുക, എന്നിട്ട് നല്ലവണ്ണം ജ്യൂസാക്കി എടുക്കണം. അപ്പോൾ നല്ലവണ്ണം അതിന് അടിച്ചെടുക്കുക, എന്നിട്ട് അരിച്ചെടുത്തിട്ട് വേണം നമുക്ക് ജ്യൂസ് എടുക്കാൻ. അപ്പോൾ നമുക്കിതൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു മിക്സിൻ്റെ ജാറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറിയ പീസാക്കേണ്ട കാണിച്ചേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും നിങ്ങളുടെ മുന്നിൽ ഞാൻ എല്ലാം കറക്റ്റായിട്ട് കാണിച്ചു തരണം. അപ്പോൾ ഇതുപോലെ പീസാക്കി എടുക്കുക, എന്നിട്ട് നമുക്കിതിനെ വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കുക. ഇനി നമുക്കിതിനെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. വേറെ വെള്ളമൊന്നും ചേർക്കരുത്, വെള്ളം ചേർക്കാതെ ഒന്ന് അടിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ നല്ല അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ വെള്ളമാണ് ആവശ്യം, ഈ കുക്കുംബറിൻ്റെ വെള്ളമാണ് ആവശ്യം. ചില ആൾക്കാർ ഇതിന് കുക്കുംബർ കക്കിരിക്ക എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ കുക്കുംബർ എന്നാണ് പറയാറ്. ഇനി വേറെ ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, എന്താ പേര് എന്നുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ജ്യൂസ് മാത്രമാക്കി എടുക്കാം കേട്ടോ, അരിച്ചിട്ടൊന്ന് എടുക്കാം. പാത്രത്തിൽ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് അരിച്ചെടുക്കുന്നത്. നമുക്കിതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ആക്കേണ്ടതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എടുത്താൽ മതി കുക്കുംബർ കേട്ടോ. അപ്പോൾ ഇത്രയ്ക്ക് മതി കേട്ടോ. നല്ല ഇങ്ങനെ പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം എടുക്കുക.
വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യരുത് കേട്ടോ. നമുക്ക് കുക്കുംബർ ജ്യൂസ് ആണെങ്കിൽ കുക്കുംബർ ജ്യൂസ് മാത്രം എടുക്കുക, തൈരാണെങ്കിൽ തൈര് മാത്രം എടുക്കുക, പാലാണെങ്കിൽ പാല് മാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1-2 സാധനം കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് കടലമാവാണ്. അപ്പോൾ കടലമാവ് ചേർക്കുമ്പോൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ജ്യൂസിൽ നമ്മൾ ഒരുപാട് കടലമാവ് ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ ഒരുപാട് കട്ടിയാവാനും അല്ലെങ്കിൽ ഒരുപാട് വെള്ളമാവാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണമെങ്കിൽ മാത്രം നമുക്ക് പിന്നീട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ജ്യൂസിന് ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ കടലമാവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ചേർക്കുന്നത് കോഫി പൗഡറാണ്. കോഫി പൗഡർ ഒരു ഏകദേശം ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്താൽ മതി. കോഫി പൗഡർ നമ്മുടെ ഫേസിന് അടിപൊളിയാണ് കേട്ടോ. ഫേസിൽ ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും കറുത്ത പാടുകൾ കുരുക്കളുടെ പാടുകളൊക്കെ പോകാനൊക്കെ സഹായിക്കും. അപ്പോൾ അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. കടലമാവ് പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ്. കടലമാവ് നമ്മുടെ ഫേസിന് നല്ല ബ്രൈറ്റൻ ആക്കാനും നിറം വരുത്താനും സഹായിക്കുന്നതാണ് കടലമാവ്. പക്ഷേ ഡ്രൈ സ്കിന്നുകാർക്ക് യൂസ് ആക്കുന്ന സമയത്ത് എന്താണ് ചിലപ്പോൾ ഡ്രൈനസ് ഒരുപാട് കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കടലമാവിൻ്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പിൻ്റെ പൗഡർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ കസ്തൂരി മഞ്ഞൾ പൗഡറാണ്. അതൊരു 1/4 ടീസ്പൂൺ അളവിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് സാധാരണ മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇനി കസ്തൂരി മഞ്ഞൾപ്പൊടി ഇല്ല എന്നാണെങ്കിൽ, പക്ഷേ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി ഒരിക്കലും യൂസ് ആക്കരുത് കേട്ടോ. കറിക്ക് ഉപയോഗിക്കുന്നതാകുമ്പോൾ അതിൽ ചിലപ്പോൾ മുളക് പൊടിൻ്റെ അംശങ്ങളുണ്ടാകും, പല കലർപ്പ് അതിലുണ്ടാകും. അപ്പോൾ ഫേസിന് ഒരുപാട് കേടാണ്. അപ്പോൾ നമുക്ക് ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ആണെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം മിക്സ് ആക്കണം. അപ്പം നമുക്ക് കടലമാവ് പോരാ എന്നാണ് നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് തോന്നി മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുക്കണം. മിക്സാക്കി ഇടുമ്പോൾ ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരുപാട് കട്ടിയാവാനും പാടില്ല. ആ രീതിക്കാണ് നമുക്ക് ഇതൊന്ന് മിക്സാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇതിന് കടലമാവ് എന്താണെങ്കിൽ പോരാ. അപ്പോൾ നമുക്ക് കുറച്ച് കടലമാവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 3/4 ടേബിൾ സ്പൂൺ കടലമാവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ 3/4 ടേബിൾ സ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുക്കുമ്പോൾ ഈ കട്ടകളൊക്കെ ഉണ്ടാകും, കടലമാവിൻ്റെ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നല്ല ഉടഞ്ഞ് വരണം. അപ്പോൾ അതൊക്കെ നല്ലവണ്ണം ഒന്ന് ഉടച്ച് മിക്സാക്കിയിട്ട് എടുക്കുക കേട്ടോ. നമുക്ക് ഈ രീതിക്കാണ് വേണ്ടത് കേട്ടോ. ഒരുപാട് ലൂസല്ല, ഒരുപാട് കട്ടിയല്ലാത്ത രീതിക്ക് ഈ രീതിക്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങളതൊന്ന് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് യൂസ് ആക്കുക. അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുക കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുന്നില്ല. ഇത് പിന്നെ രാത്രി ടൈമിലാണ് വീഡിയോ എടുക്കുന്നത്. അത് കാരണം ഇപ്പോൾ എനിക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ആക്കാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പം തന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. നമ്മുടെ ഫേസിലുണ്ടാകുന്ന ടാനുകൾ പോകാനും കറുത്ത പാട് പോകാനും എല്ലാം സഹായിക്കും. എന്നിട്ട് ഫേസ് നല്ല ബ്രൈറ്റൻ ആക്കാനും നല്ല ഗ്ലോ വരുത്താനൊക്കെ സഹായിക്കും. നമ്മൾ ഒരു പ്രാവശ്യം യൂസ് ആക്കിയതുകൊണ്ട് ഒരിക്കലും റിസൾട്ട് കിട്ടില്ല കേട്ടോ. നമ്മൾ ഡെയിലി യൂസ് ആക്കണം, എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. എല്ലാവരും പറയാറുണ്ട് ഇത് യൂസ് ആക്കിയ ശേഷം നമുക്കൊന്നും റിസൾട്ട് കിട്ടുന്നില്ല പറയും. പക്ഷേ ഒരു പ്രാവശ്യം യൂസ് ആക്കി പറഞ്ഞാൽ ഒരിക്കലും റിസൾട്ട് കിട്ടില്ല. അപ്പം നമുക്കിത് ഡെയിലി യൂസ് ആക്കണം. ഡെയിലി യൂസ് ആക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് നമ്മുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താലോ. അത് ഞാൻ എൻ്റെ കയ്യിലാണ് ഒന്ന് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ കയ്യിലൊന്ന് പാച്ച് ടെസ്റ്റായിട്ട് ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫേസിലേക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് മസാജ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഫേസ് ഫുള്ളായി കാണിക്കാത്തത് കൊണ്ട് എനിക്ക് മസാജ് ചെയ്യുന്നത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ കയ്യിൽ ചെയ്ത് കാണിക്കുമ്പോൾ എനിക്കിങ്ങനെ മസാജൊക്കെ ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളത് പറഞ്ഞു തരാൻ പറ്റും. ഫേസിലാകുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് മാത്രമേ കാണിക്കുന്നുള്ളൂ, മസാജ് ചെയ്യുന്നത് കാണിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പാക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ നല്ലവണ്ണം നല്ല രീതിക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു 15 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ കയ്യിൽ ഫുള്ളായി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫേസിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഫേസിലും കൂടി അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഫേസ് മൊത്തത്തിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്.
നമുക്ക് പാക്കൊക്കെ യൂസാക്കാൻ രാത്രി ടൈമാണ് നല്ലത് കേട്ടോ. രാത്രി ടൈം ആകുമ്പോൾ നമ്മൾ ഫേസ് ഒന്ന് കഴുകുക മാത്രമേ ചെയ്യുള്ളൂ. അതും കൂടെ ഒന്ന് ഉറങ്ങും. പിന്നെ നമ്മൾ രാവിലെ എണീച്ചിട്ടായിരിക്കും സോപ്പ് ഉപയോഗിക്കുക. അപ്പോൾ രാത്രി സമയത്ത് മാത്രമേ ചെയ്യുന്നത് നല്ലത്. രാത്രി അല്ലെങ്കിൽ ഈവനിങ് ടൈമാണ് ചെയ്യുന്നത് നല്ലത്. പകൽ സമയത്തൊക്കെ ചെയ്യുമ്പോൾ വെയിൽ കൊണ്ടാൽ പിന്നെയും നമുക്ക് ടാൻ അടിക്കും. അപ്പോൾ ടാൻ അടിക്കാതെ നോക്കേണ്ടത് നമ്മുടെ കാര്യമാണ്. അപ്പോൾ ടാൻ അടിച്ച് പോവാൻ വേണ്ടിയിട്ടാണ് ഈ പാക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ വീണ്ടും ടാൻ അടിച്ചാലോ, അപ്പോൾ നമ്മൾ ടാൻ അടിക്കാതെ നോക്കുക. എന്നിട്ട് നമ്മുടെ ഫേസിൽ മോയ്സ്ചറൈസർ ക്രീം എന്തെങ്കിലും ഉപയോഗിക്കുക രാവിലെ എഴുന്നിട്ട്. പുറത്തൊക്കെ പോകുന്ന സമയത്ത് സൺസ്ക്രീൻ ഉപയോഗിക്കാൻ ശ്രമിക്കുക കേട്ടോ. പുറത്ത് എപ്പോൾ പോവുകയാണെങ്കിൽ സൺസ്ക്രീൻ ഉപയോഗിക്കുക. നമ്മുടെ ഫേസിന് ഏതാണോ സ്യൂട്ട് ആവുന്നത് അതിനനുസരിച്ചിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അപ്പം നമുക്ക് ഫേസ് ഒരു ടാൻ അടിക്കുന്നത് കുറച്ച് നമുക്ക് മാക്സിമം കുറഞ്ഞ് കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, എൻ്റെ കയ്യിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ട് ഡ്രൈ ആണ്, ഒരുപാട് ഡ്രൈ ആവരുത്. ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കത് വാഷ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ഡ്രൈ ആവാൻ വെക്കരുത്. ഒരു 15 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. എന്നിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ അതൊന്ന് വാഷ് ചെയ്ത് കളയാം. റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അടിപൊളി റിസൾട്ട് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കട്ടെ. അടിപൊളി റിസൾട്ട് ആയിരിക്കും. ഞാൻ യൂസാക്കിയതാണ്. ഞാൻ യൂസാക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടുന്ന പാക്ക് മാത്രമാണ് ഞാനിങ്ങനെ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്കൊന്ന് കഴുകിക്കളയാം. റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനെ കഴുകുന്ന കൈയാണ്. അപ്പോൾ കൈ കഴുകിയ ശേഷം നമുക്ക് ഫേസ് കഴുകാം. ഇപ്പോൾ കൈ കഴുകുമ്പോൾ ഇങ്ങനെ പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഹാർഡായിട്ട് മസാജ് ചെയ്ത് കൊടുക്കരുത്. നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുക. അപ്പോൾ ഡെയിലി യൂസ് ആക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. ഡെയിലി യൂസ് ആക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വീക്കിൽ ഒരു 3 തവണയെങ്കിലും യൂസ് ആക്കാൻ ശ്രമിക്കുക. പുറത്ത് പോയി കഴിഞ്ഞാൽ മസ്റ്റായിട്ടും യൂസ് ആക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസ് ഉണ്ടാകുന്ന ടാൻ എന്താണെങ്കിൽ പോകും. ഇനി വീട്ടിലുള്ളവരാണ്, പുറത്തൊന്നും പോവാത്തവരാണെങ്കിൽ വീക്കിൽ ഒരു 3 തവണയെങ്കിലും യൂസ് ആക്കുക. അപ്പോൾ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ മൈലാഞ്ചി ഇട്ടതുകൊണ്ടാണ് റിസൾട്ട് അറിയാത്തത്. നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഈ കയ്യിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ 2 ഡിഫറൻറ്റ് വരും. അപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഫേസിലും കൂടി നമുക്കിതൊന്ന് തുടച്ച് കളയാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയ കോട്ടൻ്റെ തുണി എടുത്ത് ജസ്റ്റ് ഒന്ന് തുടയ്ക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഞാൻ കഴുകി കളയണം കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കാണിച്ചു തരികയാണ്. ഇതെൻ്റെ പിമ്പിൾസിൻ്റെ ഒരു പാടുള്ളത് കൊണ്ട് അത് അറിയുന്നത് കേട്ടോ. നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. വേറെ ഒന്നും ഫേസിലേക്ക് വേറെ ഒരു സാധനം ആഡ് ചെയ്തിട്ടില്ല. ചില ആൾക്കാർ പറയാറുണ്ട് ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഫൗണ്ടേഷൻ ഒരു സാധനം യൂസ് ആക്കിയിട്ടില്ല. നിങ്ങളുടെ മുന്നിൽ തന്നെ ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഫുള്ളായിട്ടൊന്ന് വാഷ് ചെയ്ത് കളയാം. അപ്പം ഞാൻ മൊത്തത്തിൽ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫേസ് നല്ല ബ്രൈറ്റ്നെസ് ഉണ്ട്. നിങ്ങൾക്ക് നോക്കി തന്നെ മനസ്സിലാക്കാവുന്നുള്ളൂ. നല്ല തിളക്കം വന്നിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് കണ്ട ഫേസ് ഇപ്പം കണ്ട ഫേസ് നിങ്ങൾക്ക് ഈ ഭാഗം കണ്ടാൽ തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നീ ഫുള്ളായി കണ്ടാൽ തന്നെ മനസ്സിലാവണമെന്നൊന്നുമില്ല. നമുക്കിവിടെ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല ബ്രൈറ്റ്നെസ് ഉണ്ട്. നമ്മുടെ ഫേസൊക്കെ നല്ല തിളക്കം ഉണ്ടാകും. കണ്ണിൻ്റെ ഭാഗത്തൊക്കെ നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി പാക്കാണ്. ടാനൊക്കെ അങ്ങോട്ട് പമ്പ കിടക്കട്ടെ. എത്ര പഴകിയ ടാനാണെങ്കിലും പെട്ടെന്ന് അങ്ങോട്ട് മാറിക്കിട്ടും കേട്ടോ. ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കട്ടെ. എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ മെഹന്തി ഇട്ടുകൊണ്ട് അറിയാത്തതാണ്. നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം എല്ലാവരും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ എല്ലാവരിലേക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടിപൊളി പാക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോസ് വേണ്ടപ്പോൾ ചെയ്യാൻ പോകണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലുണ്ടാവും, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വളരെ പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും നോട്ടിഫിക്കേഷൻ വരില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്കും കൂടെ ഒന്ന് അമർത്തുക കേട്ടോ, ഓർമ്മയോടെ. അപ്പോൾ നമുക്കിനി നല്ല വീഡിയോസുമായി നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. ഞാൻ വ്ളോഗ്സ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇപ്പോൾ ഒന്ന് കാണുക, കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വ്ളോഗ്സും എൻ്റെ ബ്യൂട്ടി ടിപ്സും എല്ലാം കാണാം, കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഇൻഷാല്ലാ അസ്സലാമു അലൈക്കും, ടാറ്റാ, ബൈ, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.